കോട്ടയം വാകത്താനം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ സ്വതന്ത്രമായി മത്സരിക്കാൻ യൂത്ത് കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. 60 പേരെ അത്ര അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്തേക്കുന്നത്. ഒരു സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കൊടി പിടിച്ചും പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്നവരാണ് ഞങ്ങൾ. ഈ മാസം 27-നാണ് വാകത്താനം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. 13-അംഗ പാനലിൽ 40 വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗത്തിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്നതായിരുന്നു ആവശ്യം. എന്നാൽ അതുണ്ടാവാത്തതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ മത്സരിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പൂർണ്ണമായിട്ട് അവഗണിച്ചേക്കുവാണ്. പൂർണ്ണമായിട്ട് ഇപ്പം നൂലെ കെട്ടിയ ഒരാളെ ഇറക്കിയേക്കുന്നത്. ഇവർക്ക് നമുക്ക് ആർക്കും അറിയത്തില്ല. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആർക്കും അറിയത്തില്ലാത്ത ഒരാളാണ് നിർത്തിയേക്കുന്നത്. പരാതികളും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അവിടുന്ന് ഇവർ അംഗീകരിക്കത്തില്ല. മോളി ഘടകത്തിൽ വിളിച്ചാലും ഇവർ അംഗീകരിക്കത്തില്ല. ഇവരാണ് ഇവിടുത്തെ സർവ്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. 2 മാസം കഴിയുമ്പോൾ 2 നോമിനേറ്റഡ് സീറ്റുണ്ട്. അതിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. അത് എഗ്രിമെൻ്റ് പ്രകാരം തരാമെന്ന് പറയുന്നത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഒറ്റ ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് നോമിനേറ്റഡ് സീറ്റ് വേണ്ട. ഞങ്ങൾക്ക് മത്സരിച്ച് ജയിക്കണം. യൂത്ത് കോൺഗ്രസ് ഈ വർഷങ്ങളായിട്ട് 18 കൊല്ലം ഉള്ള യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് മത്സരിച്ച് തന്നെ ജയിക്കണം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സാമോൻ വി വർക്കിയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വിഷയം മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടും ഇടപെടൽ ഉണ്ടാവാതെ വന്നതോടെയാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കളെ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.